അയ്യോ, ഒരു രക്ഷയില്ലാട്ടോ. ഞാൻ നനഞ്ഞ് കുളിച്ച് നിൽക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് മഴയല്ല, വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്പ്രേ ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിക്ടോറിയ ഫോൾസ് സാംബിയ സൈഡിലാണ്. ഇത് ലാസ്റ്റ് എപ്പിസോഡിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ മഴയത്ത് നിൽക്കുകയാണെന്ന്. പക്ഷേ ഇത് മഴയല്ല കേട്ടോ. വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്പ്രേയും മിസ്റ്റും സ്മോക്കും ഒക്കെ ഒരു മഴ പെയ്യുന്ന പോലെയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളത്. നനഞ്ഞ് കുളിച്ചൊരു പരുവാവും നമ്മൾ. ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ മിസ്റ്റായ കാരണം ഫോൾസിൻ്റെ ശരിക്കുള്ള വ്യൂസ് ഒന്നും കിട്ടുന്നില്ല കേട്ടോ നമുക്ക്. പക്ഷേ ഇതൊരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതൊരു റെയിൻ ഫോറസ്റ്റ് പോലെയാണ്. എന്തൊരു രസമാണല്ലേ കാണാനായിട്ട്. പച്ചപ്പും ഫോൾസിൽ നിന്ന് വരുന്ന മഴയും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരേണ്ട ഒരു സ്ഥലമാണ് ഈ വിക്ടോറിയ ഫോൾസ്. സാംബിയ സൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ട് അതിൻ്റെ യഥാർത്ഥ ഭീകരത നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതും ഏപ്രിൽ മെയ് മാസങ്ങളിലാണെങ്കിൽ പറയും വേണ്ട, വെള്ളത്തിൻ്റെ ഫോഴ്സ് അത്രയ്ക്ക് ഭീകരമായിരിക്കും. ഈ വിക്ടോറിയ ഫോൾസ് സ്ഥിതി ചെയ്യുന്നത് സിംബാബ്വെ ആൻഡ് സാംബിയ രാജ്യങ്ങളുടെ അതിർത്തിയിലാണ്. രണ്ട് രാജ്യങ്ങളിലും ഇതിൻ്റെ വ്യൂസ് ഉണ്ട്. സിംബാബ്വെ സൈഡിലാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഉള്ളത്. ഏകദേശം ഒരു 16 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് സിംബാബ്വെ സൈഡിൽ. പക്ഷേ ഒരു റോ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ സാംബിയ സൈഡ് വിസിറ്റ് ചെയ്യണം നിങ്ങൾ. കണ്ടോ, വെള്ളം നിലത്ത് പതിച്ച് വരുന്ന സ്മോക്കാണ് മുകളിലേക്ക് പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്മോക്ക് ഏകദേശം ഒരു 30 കിലോമീറ്റർ അകലെ നിന്ന് വരെ കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. നമ്മൾ ലിവിങ്സ്റ്റൺ ടൗണിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ സ്മോക്ക് കണ്ടതാണ്. വിക്ടോറിയ ഫോൾസിന് ഇവിടെ ലോക്കൽ ലാംഗ്വേജിൽ പറയുന്നത് മോസി ഓ തുന്യ എന്നാണ്. അതിൻ്റെ അർത്ഥം ദ സ്മോക്ക് ദാറ്റ് തണ്ടേഴ്സ് എന്നാണ്. ഇങ്ങനെ വിളിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ സ്പ്രേയും മിസ്റ്റും ഒരു സ്മോക്ക് പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ആ റോറിങ് സൗണ്ട് ഇടിമുഴക്കം പോലെയാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വിക്ടോറിയ ഫോൾസിനെ മോസി ഓ തുന്യ അഥവാ ദ സ്മോക്ക് ദാറ്റ് തണ്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിനി ഇവിടെ ചെറിയൊരു പാലത്തിലൂടെ കടന്നിട്ട് വേണം അപ്പുറത്തെ ലാൻഡിലേക്ക് എത്താനായിട്ട്. മെയിൻ ലാൻഡിനെയും അതുപോലെ ഹെഡ് ലാൻഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണിത്. 1968 പണി കഴിപ്പിച്ചിട്ടുള്ളതാണിത്. ഏകദേശം 40 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയുമാണ് ഈ ബ്രിഡ്ജിനുള്ളത്. ആ കാണുന്നതാണ് ഫേമസ് വിക്ടോറിയ ഫോൾസ് ബ്രിഡ്ജ്. സാംബിയയും സിംബാബ്വേയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണത്. സത്യം പറയാലോ, കുറച്ച് പേടിയാവട്ടായി ബ്രിഡ്ജിലൂടെ നടന്നു പോകാനായിട്ട്. കാരണം ഈ വെള്ളവും മിസ്റ്റും കാരണം ശരിക്കും നമുക്ക് കാണാൻ തന്നെ പറ്റില്ല.
ഇനിയും കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് പറ്റുന്ന വ്യൂ പോയിന്റ്സ് ഒക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം. ഫ്രീ അഡ്വൈസ് ഫോണും ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ബാഗ് കൊണ്ടുവരാൻ മറക്കരുത്. ഇവിടെ എൻട്രൻസിൽ തന്നെ വാട്ടർ പ്രൂഫ് ബാഗ് വാങ്ങാൻ കിട്ടുന്നതാണ് ഫോണൊക്കെ വെക്കാനായിട്ട്. ഇല്ലെങ്കിൽ പണി കിട്ടണ വഴി അറിയില്ല. നമ്മൾ ഈ കാണുന്ന ഏരിയ റെയിൻ ഫോറസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. വിക്ടോറിയ ഫോൾസിൻ്റെ ഈ ഒരു സെക്ഷന് റെയിൻബോ ഫോൾസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഫുൾ ടൈം റെയിൻബോ കാണാൻ പറ്റും. ഇതിൻ്റെ വീഡിയോ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആഫ്രിക്കയുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നതാണ്.